എങ്ങനെയാണ് കുടലിൽ ചീത്ത ബാക്ടീരിയകൾ അമിതമായിട്ട് ഉണ്ടാകുന്നത്? നമുക്കറിയാം, കുടലിൽ നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. നല്ല ബാക്ടീരിയനെക്കാട്ടിലും കൂടുതൽ ചീത്ത ബാക്ടീരിയ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത്. സിബോ എന്നും ഇതിനെ പറയാറുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട 7 കാരണങ്ങളാണുള്ളത്. അതിൽ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ടുള്ള കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ മൂലം ഇതുപോലെ കുടലിൽ ഓവറായിട്ട് ചീത്ത ബാക്ടീരിയ ഉണ്ടാവാം. ഫൈബർ അടങ്ങാത്ത ഭക്ഷണങ്ങൾ ഓവറായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മലബന്ധം ഉണ്ടാകും. അമിതമായിട്ട് ചീത്ത ബാക്ടീരിയകൾ കുടലിൽ പെരുകുകയും അതിന്റെ തൽഫലമായി മറ്റനുബന്ധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ടുള്ളത് ഫ്രീക്വന്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗമാണ്. വീണ്ടും വീണ്ടും ആന്റിബയോട്ടിക്സ് റിക്കറന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുടലിന്റെ ലൈനിങ്ങിൽ, പ്രത്യേകിച്ച് കുടലിന്റെ ഇന്നർ ലൈനിങ്ങിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗട്ട് ബാക്ടീരിയയുടെ ക്വാളിറ്റിനെയൊക്കെ ഇത് ദോഷമായിട്ട് തന്നെ ബാധിക്കും. കാരണം നമ്മളിത് ആന്റിബയോട്ടിക്സ് റെഗുലർ ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ ഇത് കാരണമാക്കുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ള കാര്യം സ്ട്രെസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, അത് ഫിസിക്കൽ സ്ട്രെസ് ആവാം, മെന്റൽ സ്ട്രെസ് ആവാം. ഇത് രണ്ടും കുടലിന്റെ ബാക്ടീരിയകളുടെ ക്വാളിറ്റി വളരെ മോശമാക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നതാണ്. നാലാമത്തെ കാര്യം ഡയറ്റാണ്. ഡയറ്റിൽ വരുത്തുന്ന എറേഴ്സ്, പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ്, അതുപോലെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഐറ്റംസ്, വളരെ മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ, ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്നവർ, വല്ലപ്പോഴും ഉപയോഗിക്കുന്നവരല്ല, വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നവരിൽ കുടലിൽ ചീത്ത ബാക്ടീരിയകൾ ഓവറായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഞ്ചാമതായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഉറക്കം ഇല്ലായ്മയാണ്. വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു സ്ലീപ്പ്, പ്രത്യേകിച്ച് ചിലപ്പം 8-10 മണിക്കൂർ കിടന്നുറങ്ങുന്നുണ്ടാവാം. പക്ഷെ അത് വളരെ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങി വളരെ ലേറ്റ് ആയിട്ട് എണീക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടാകത്തില്ല. പക്ഷേ കൃത്യമായ സമയത്ത് നേരത്തെ തന്നെ കിടന്നുറങ്ങി ഒരു പർട്ടിക്കുലർ ടൈം എണീക്കുകയാണെങ്കിൽ അത് ഗട്ട് ബാക്ടീരിയകളുടെ ക്വാളിറ്റി കൂട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ആണ് നമ്മുടെ കുടലിൽ ചീത്ത ബാക്ടീരിയകൾ വരാനായിട്ടുള്ള കാരണങ്ങളായിട്ട് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുത്തേണ്ട തിരുത്തലുകളും ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ തന്നെ കുടലിൻ്റെ ചീത്ത ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും.